മണിയുടെ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം 2.0 ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ആശയത്തെ മുൻനിർത്തി നടത്തിയ ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മണിയുടെ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ആശയത്തെ മുൻനിർത്തിയാണ് മാലിന്യമുക്ത നവകേരളം ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാലയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് നിർവഹിച്ചു. 16 കിലോമീറ്റർ ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം മണി പഞ്ചായത്തിൽ 5000-ഓളം വരുന്ന ശുദ്ധജല കിണറുകളുണ്ട്. ഇത്രയെല്ലാം സോഴ്സുകൾ നമുക്കുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ശുദ്ധജലത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നു? ശുദ്ധജല സ്രോതസ്സുകളെ ഞാൻ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് CT സ്വാഗതം ആശംസിച്ചു. പ്ലാസ്റ്റിക് അതോടൊപ്പം തന്നെ മറ്റു മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുകയും അത് കൃത്യമായിട്ട് അത് നമ്മുടെ MCF-ലെത്തിക്കുകയും അവിടെ മറ്റ് കമ്പനികളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ മാലിന്യമുക്തമായ മണിയുടെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ പലവിധ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ബ്ലോക്ക് മെമ്പർ ജ്യോതി രാജീവ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി തങ്കപ്പൻ, മുൻ പ്രസിഡന്റുമാരായ VJ ജോസഫ്, ശോഭ ഇലിയാസ്, മെമ്പർമാരായ പ്രമോദ് P, മിനു മോൻസി, സോജൻ AK, പഞ്ചായത്ത് സെക്രട്ടറി അനിമോൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ആശ, VEOമാരായ മോഹൻദാസ്, അനിൽ K ജോസ്, JHI രശ്മി, കൃഷി അസിസ്റ്റന്റ് സുജാത, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ചന്ദന, CDS ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഏകദിന ശില്പശാലയുടെ വിഷയാവതരണത്തോടൊപ്പം ശുചിത്വം, മാലിന്യ സംസ്കരണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ജില്ലാ റിസോഴ്സ് പേഴ്സൺ മുകുന്ദൻ ക്ലാസ് നയിച്ചു. ഒരു വർഷത്തെ ക്യാമ്പയിനായി ആ ഒരു വർഷത്തെ ക്യാമ്പയിൻ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നടത്തിയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ഒരു വർഷത്തേക്കും കൂടി ക്യാമ്പയിൻ തുടരണമെന്ന് സർക്കാർ തീരുമാനിക്കുകയും തുടർന്ന് VEO മോഹൻദാസ് നന്ദിയും രേഖപ്പെടുത്തി. നമ്മുടെ പഞ്ചായത്തിലുള്ള മാലിന്യങ്ങൾ നമ്മളിൽ തന്നെ അഥവാ നമ്മുടെ വീടുകളിൽ തന്നെ സംസ്കരിക്കുക എന്നൊരു ആശയമായാണ് മുന്നോട്ട് പോകുന്നത്. അതേ സംബന്ധിച്ച് പഞ്ചായത്തിലുള്ള എല്ലാ വീടുകളിലും വേസ്റ്റ് ബയോപിന് VEOമാരുമായിട്ട് സഹകരിച്ച് പഞ്ചായത്തുമായിട്ട് നമ്മൾ സബ്സിഡി നിരക്കിൽ 138 രൂപ നിരക്കിൽ ആവശ്യമായവർക്ക് ബയോപിന് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,